ആൺകുട്ടിയും പെൺകുട്ടിയും ജനിക്കും. ഇന്ത്യൻ പൗരാവകാശം എന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ നെടുംതൂണാണ്. ഓരോ കുടുംബങ്ങളിൽ നിന്നുമാണ് വോട്ടവകാശം ലഭിക്കുന്നത്. ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്നതാണ് നമ്മളുടെ ഭരണഘടനാ തലം. ഭരണകൂടത്തിൽ പുരുഷനെ വേർതിരിച്ചു നിർത്തി സ്ത്രീകളുടെ സുരക്ഷാ നിയമങ്ങൾ അഥവാ ശാക്തീകരണ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് മൂലം പുരുഷന്റെ ശബ്ദം കേൾക്കാൻ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ഇടമില്ല എന്ന അവസ്ഥയിൽ ഈ പുരുഷന്മാർ തന്നെയല്ല അവരുടെ അമ്മമാരും പീഡിപ്പിക്കപ്പെടുന്ന നിലയിൽ ഇരകളായിത്തീരും. ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് മെൻസ് ഇൻഡിപെൻഡൻറ്റ് അസോസിയേഷൻ എന്നൊരു സംഘടന 2024 ജൂലൈ മാസം രൂപീകൃതമായത്. അത് തിരുക്കൊച്ചി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുകയും കേരളത്തിലെല്ലായിടത്തും ഇതിൻ്റെ പ്രവർത്തന മേഖലയ്ക്ക് അനുമതി നേടുകയും ചെയ്തു. നിങ്ങളുടെ ഓരോ പൗരൻ്റെയും അത്യന്താപേക്ഷിത ഘടകമാണ് അവൻ്റെ പൗരാവകാശം. നിങ്ങൾ ഇലക്ഷൻ എടുത്തു വരികയാണല്ലോ. ഓരോ സ്ഥാനാർത്ഥികളും നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യങ്ങളൊന്നുമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എന്നെ കേൾക്കുന്ന പ്രിയ ജനസമൂഹമേ, നിങ്ങൾ ഇടത്തെ സൈഡിലേക്കൊന്ന് നോക്കുക. ഏകദേശം 40ഓളം പുരുഷന്മാർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഈ നാടിൻ്റെ ഒരു സംസ്കാരം നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. ഈ നോട്ടീസ് കൊടുത്ത ഒരാൾ മാത്രമാണ് ഈ നോട്ടീസ് നിരസിച്ചത്. അദ്ദേഹത്തോട് സ്നേഹമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ സങ്കടം ഞാനിവിടെ കേട്ടു. അദ്ദേഹം ഇവിടുന്ന് ബസ്സിൽ കയറിപ്പോയി. വ്യക്തിയുടെ പേരുമൊന്നുമല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത്, വർഷങ്ങളോളം ഞാൻ എൻ്റെ ഭാര്യയെയും മക്കളെയും നോക്കി, പക്ഷേ എനിക്ക് വരുമാനമില്ല, ഞാൻ രോഗബാധിതനായി, വീണ്ടും ജോലിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അതിനുള്ള ആരോഗ്യമില്ല, ഭാര്യ മറ്റൊരുത്തൻ്റെ കൂടെ പോയി. ഇങ്ങനെ എന്നെ കേൾക്കുന്ന പല പുരുഷന്മാരും പല കോണുകളിലും ഉണ്ടാകും. എന്നാൽ അവരോട് മാത്രമല്ല, ഇതിനുള്ള ഓരോ മനുഷ്യജീവിയോടുമാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബം എന്നതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൂലക്കല്ല്. ഓരോ രാഷ്ട്രീയ പാർട്ടിയോടും എനിക്ക് പറയാനുള്ളത്, അത് ഭരണപക്ഷമാവട്ടെ, അവരോട്, അതുപോലെ എതിർപക്ഷമാകട്ടെ അവരോട്, ഇരുകൂട്ടരും ചേർന്നിട്ടാണല്ലോ ഈ രാജ്യം ഭരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുവിൻ, ഇന്ത്യൻ പൗരന്മാരുടെ വോട്ടവകാശം നിങ്ങൾക്ക് വേണമെന്നും, എന്നാൽ അവരുടെ ആവശ്യങ്ങൾ നിങ്ങൾ കേൾക്കുമോ ഇല്ലയോ എന്നും ഒരു ഇന്ത്യൻ പൗരൻ കൂടിയായ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനസമൂഹമേ, നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഭരണഘടനയുടെ 4 നെടുംതൂണുകളാണ്. നമുക്ക് ബി.ആർ. അംബേദ്കർ അവർ മനുഷ്യ സമൂഹത്തിൻ്റെ സ്വസ്ഥമായ ജീവിതത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന മൗലിക അവകാശങ്ങളിൽ കൂടി ജനങ്ങൾക്ക് നൽകിയിരുന്നു. ഒരു സ്ത്രീക്ക് മാത്രം മൗലികാവകാശം എഴുതിയിട്ടില്ല എന്ന് ഈ നിയമലോബികൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് തോന്നാം, പുരുഷന് വേണ്ടിയിട്ടാണ് ഒരു സ്ത്രീ നീതി ചോദിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് ഗർഭപാത്രമുണ്ട്, ഞങ്ങൾ വിവാഹിതരാണ്, ഞങ്ങളുടെ വയറ്
ഉണ്ടാകുന്ന ആ വയറ്റിലുണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഞങ്ങൾ തരം തിരിച്ച് ഗർഭധാരണം നടത്താറില്ല. ഞങ്ങൾ പെൺകുട്ടികൾ മാത്രമേ പ്രസവിക്കൂ എന്ന് നിങ്ങൾ ഏതെങ്കിലും അമ്മമാർ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ പ്രസവിക്കുമ്പോൾ അത് ആൺകുട്ടിയാകാം, പെൺകുട്ടിയാകാം. ലിംഗസമത്വ നീതി ഉണ്ടായിരിക്കെ ആർട്ടിക്കിൾ 3 പ്രകാരം സ്ത്രീക്ക് സംരക്ഷണം നൽകുന്നതോടനുബന്ധിച്ച് പുരുഷനെ നിശബ്ദമായി തഴയുന്ന ഓരോ നിയമവ്യവസ്ഥയും പോലീസ് സംവിധാനങ്ങൾ, കോടതികൾ, നിങ്ങളോടും എനിക്ക് 2 വാക്ക് പറയുവാനുണ്ട്. ഏത് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും എന്നോട് പറയാറുണ്ട്, സിസ്റ്ററെ, നിയമം ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് സ്ത്രീകൾ ഞങ്ങളുടെ അടുത്ത് കടന്നു വരാറുണ്ട്. ഇത് ഞങ്ങളും കൂടി വിധേയരാവുകയാണ്. ഈ കേസ് എടുത്തില്ലെങ്കിൽ ഞങ്ങളുടെ തൊപ്പി തെറിക്കും. അതുകൊണ്ട് നിയമപാലകർ പോലും സ്ത്രീ നിയമ ദുരുപയോഗം ഭയപ്പെടുന്നു. ഇനി കുടുംബ കോടതികൾ എന്നാൽ എന്ത് എന്ന് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കണം. എന്താണ് കുടുംബ കോടതികൾ? കുടുംബങ്ങളുടെ തർക്കങ്ങൾ തീർക്കുവാനാണ്. എന്നാൽ പ്ലാറ്റ്ഫോം ആർക്ക് മാത്രമാണ്? സ്ത്രീക്ക് മാത്രമാണ്. ഒരു സ്ത്രീ പൊതുമേഖലയിലാവട്ടെ സ്വകാര്യ മേഖലയിലാവട്ടെ ഒരേ ശമ്പളം കൈപ്പറ്റുന്നവരാണ്. ഗൃഹനാഥനായി ഇന്നും നമ്മുടെ ഭരണകൂടം പുരുഷനെയാണ് ഗൃഹനാഥനാക്കുന്നത്. എന്നാൽ ATM ബൂത്തുകളായി കൊള്ളയടിക്കുകയാണ് സ്ത്രീ വിരുദ്ധ നിയമങ്ങൾ. അതിൽ ഒരു പറ്റം വക്കീലുമാരും നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. നിയമങ്ങൾ എന്താണെന്ന് അറിയാത്ത ഒരു സ്ത്രീ വരുമ്പോൾ എങ്ങനെയാണ് അവർക്ക് നമ്പർ പ്രകാരം നിയമം അറിയുന്നത്? ഒരു സ്ത്രീ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വ്യഭിചാരം, അത് സ്ത്രീക്ക് സിവിൽ വാങ്ങ് മാത്രമായിട്ടാണ് ഈ അടുത്ത കാലഘട്ടം വരെ കഴിയുന്നത്. ഒരു സ്ത്രീയും പുരുഷനും ഉഭയസമ്മതപ്രകാരം സെക്സിലേർപ്പെട്ടാൽ സ്ത്രീയും പുരുഷനും അനുഭവിക്കുന്നത് ലൈംഗിക സുഖങ്ങളാണ്. സ്ത്രീ മരവിച്ച ശരീരവും പുരുഷൻ ഉത്തേജനം സുഖിക്കുന്ന ശരീരവുമല്ല എന്ന് ഓരോ സ്ത്രീയും സമൂഹവും അവരെ പിന്താങ്ങുന്ന രാഷ്ട്രീയ ലോബികളും മനസ്സിലാക്കണം. എന്നാൽ എല്ലാ രാഷ്ട്രീയത്തിലെയും നമ്മൾ അങ്ങനെ പറയുന്നില്ല. ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോടും പറയുന്നത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമാണ്. പോലീസ് സംവിധാനങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ്. നിയമത്തിന്റെ മുമ്പിൽ സമന്മാരാണ്. ഈ മൈക്ക് ഇവിടെയുണ്ട്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ഈ മൈക്കിന്റെ മുന്നിലേക്ക് വരാമോ? നിയമം സ്ത്രീക്ക് മാത്രമാണ്. ഗാർഹിക പീഡനം സ്ത്രീക്ക് മാത്രം എന്തുകൊണ്ട് എഴുതി കൊടുത്തു? വനിതാ കമ്മീഷൻ വനിതകളുടെ സേവനത്തിന് വെക്കുന്ന, പുരോഗമനത്തിന് വെക്കുന്ന ഒരു കമ്മീഷനാണ്. സ്ത്രീയുടെ ശാക്തീകരണം. ഈ പുരുഷനിൽ കൂടി തന്നെയാണ് സ്ത്രീ ശാക്തീകരണം നേടിയത്. കാലാകാലങ്ങളായി ഞങ്ങൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന വീട്ടുപകരണങ്ങൾ, അന്ന് അലക്കുകല്ല് ഉപയോഗിക്കണം, അമ്മിക്കല്ല് ഉപയോഗിക്കണം, ഉരലുപയോഗിക്കണം. അതിൽ നിന്നെല്ലാം വിടുതലും ആശ്വാസം നൽകിയത് സ്ത്രീക്ക് പുരുഷന്റെ സഹായത്തോടെയാണ്. അധികം സയന്റിസ്റ്റുകളും ഗവേഷകരും ഒരു കാലത്ത് പുരുഷന്മാർ തന്നെയായിരുന്നു. പുരുഷന്മാർ തന്നെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾ പ്രളയ സമയത്ത്, അതുപോലെ കൊറോണ സമയത്ത് ദുരന്തങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ, ചൂരന്മല ഒക്കെ ദുരന്തങ്ങളിൽ നിങ്ങൾ എത്ര സ്ത്രീകളെ കണ്ടിട്ടുണ്ട് അവരെ രക്ഷിക്കുവാൻ? മണ്ണിൽ പുറഞ്ഞു കിടക്കുന്ന സ്ത്രീ പുരുഷ ഭേദമന്യേ ഉള്ള ശരീരങ്ങളെ രക്ഷിക്കുവാൻ ആരുണ്ടായിരുന്നു? പുരുഷനുണ്ടായിരുന്നു. കുടുംബ കോടതികൾ പോലും പുരുഷനെയാണ് ഗൃഹനാഥനാക്കുന്നത്.
ആ കോടതികൾ സ്ത്രീക്ക് കൊടുക്കേണ്ട, ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്വവും ചുമതലകളും എണ്ണി പറയുന്നു. എന്നാൽ ഒരു ഭാര്യ ഭർത്താവിന് എന്ത് നൽകണം, എന്ത് ഉത്തരവാദിത്തപ്പെടണം എന്ന് ഏത് കോടതികളാണ് നിയമം എഴുതി വെച്ചിരിക്കുന്നത്? ആ നിയമത്തിന് മാറ്റം വന്നിരിക്കണം, മാറ്റം വരിക തന്നെ വേണം. എന്നാൽ ഈ സംഘടന ഒരിക്കലും ഒരു സ്ത്രീകൾക്കും എതിരല്ല. ഞങ്ങളും സ്ത്രീകളാണ്, അത് നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾ ശാരീരികമായി പുരുഷന്റെ ബലമുള്ളവരല്ല. അതുകൊണ്ടാണ് അവശ്യ വിഭാഗങ്ങളിൽ സ്ത്രീയെ ഉൾപ്പെടുത്തിയത് ഒരു കാറ്റഗറി തിരിച്ച്. 498A എന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നടക്കുന്ന സ്ത്രീകൾ കൊടുക്കുന്ന കേസുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. 498A. അത് നിങ്ങൾ എല്ലാവരും എഴുതി വയ്ക്കുക. ഞങ്ങൾ ഇവിടെ നിന്ന് പോയാലും നിങ്ങളത് സെർച്ച് ചെയ്യുക. അതിൽ സുപ്രീം കോടതി മെയ് 3, 2024 സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് AP പർദിവാല, അശോക് മിശ്ര എന്നീ ജസ്റ്റിസുമാരടങ്ങുന്ന ഒരു ഡിവിഷൻ ബെഞ്ച് ഇപ്രകാരം പ്രയർ ചെയ്യുകയുണ്ടായി. BNS-നോടാണ് ബാധ്യനായ സംഹിതകൾ. 85-86 എന്ന പുതിയ നിയമം, BNS പ്രകാരം വരുന്ന നിയമം, BNS സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ ഒന്ന് പുനഃപരിശോധിക്കണം. എന്തുകൊണ്ടെന്നാൽ 0.2% മാത്രമാണ് ശിക്ഷ ലഭിക്കുന്നുള്ളൂ. മിക്ക കേസുകളും കള്ള കേസുകളാണ്. പുരുഷന്മാരുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന നിയമ ദുരുപയോഗങ്ങൾക്കെതിരെ ഞങ്ങൾ ശക്തമായി പോരാടുക തന്നെ ചെയ്യും. അതിന് ഞങ്ങളുടെ മക്കൾ, അവരുടെ അമ്മമാർ ഞങ്ങൾ പ്രസവിക്കണമെന്നില്ല. ഈ ഇതിൽ കാണുന്ന ഓരോ പുരുഷനും നിങ്ങളുടെ നാട്ടിലെ കൊട്ടാരക്കരക്കാരൻ ബൈക്കുരാജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ രാമന്തളിയിലെ പ്രശ്നം, കലാധരൻ അവന്റെ അമ്മ 2 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. കുട്ടികളെ കൊല ചെയ്ത് അവർ ആത്മഹത്യ ചെയ്തു. അതിന് പലവിധ വിമർശനങ്ങളും പരാമർശങ്ങളും ഉണ്ടായി. എന്നാൽ കുടുംബ കോടതികളിൽ പോകുന്ന ഓരോ അച്ഛനും 1 മണിക്കൂറിന്റെ സന്ദർശകൻ മാത്രമാണ്. എന്നാൽ കുട്ടിയുടെ എല്ലാ ആവശ്യത്തിനുള്ള പണവും ATM മുതൽ അച്ഛൻ കൊടുക്കണം. എന്നാൽ അത് കൊടുത്താൽ തന്നെ പോരാ, 1 മണിക്കൂർ കാണുക, കുട്ടികളെ ഇരുട്ടത്ത് നിർത്തി ഫോൺ ചെയ്യുക, വായിൽ ഭക്ഷണം കുത്തിത്തിരിക്കി സംസാരിപ്പിക്കുക, ഓരോ അച്ഛന്മാരും കരയുന്നതാണ്. ഇനി വ്യാജ പോക്സോ കേസുകൾ, കുട്ടിയെ കൊണ്ടുവന്നാൽ അപ്പൂപ്പൻ പീഡിപ്പിച്ചു. അങ്ങനെ ഒരു സാഹചര്യം രാമന്തളിയിലെ കലാധരന്റെ ഭവനത്തിനുണ്ടായി. കുഞ്ഞുമക്കൾ 2 പേരും കരയുന്നു, ഞങ്ങൾക്ക് അച്ഛൻ്റെ കൂടെ പോയാൽ മതി. എന്തുകൊണ്ടാണ് ആ കുട്ടികൾ അച്ഛൻ്റെ കൂടെ പോയാൽ മതി? നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഒരു വീടുകളിൽ, ഞാനൊരു നഴ്സാണ്, എടുത്തു പറയട്ടെ, 6 വയസ്സായ കുട്ടിക്ക് ലൈംഗിക ഹോർമോണുകളും ഉത്തേജനങ്ങളും ഒന്നുമില്ല. 10 വയസ്സിന് ശേഷമാണെങ്കിൽ ആ കുട്ടിക്ക് അങ്ങനെ ഹോർമോണുകൾ വളരുന്ന പ്രായമാണ്. എന്നാൽ 6 വയസ്സിന് താഴെയുള്ള കുട്ടിക്ക് ശാരീരികമായി ആര് തൊട്ടാലും ലൈംഗിക ഉത്തേജനം ഉണ്ടാവില്ല. ആ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്താൽ ആ വീട്ടിലേക്കാണ് ആ കുട്ടിക്ക് പോകാൻ താല്പര്യം. എന്നാൽ അമ്മ വീട്ടിൽ പോകുവാൻ കുട്ടിക്ക് താല്പര്യമില്ല. എന്തുകൊണ്ട് കോടതി അത് അന്വേഷിക്കില്ല? നിശബ്ദമായിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും അറിയുന്നുണ്ടോ രാമന്തളിയിലെ ഒരു അപ്പൂപ്പന്റെ കാര്യം? എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ ബാധിക്കുന്നതല്ല, നിങ്ങളെ ബാധിച്ചതല്ലേ. എന്നാൽ ഒരു തിരുത്ത്, നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും സ്ത്രീ നിയമത്തിന്റെ ദുരുപയോഗം മൂലം നിങ്ങൾ പ്രതികളായി തീരാം. പിന്നെ കുടുംബ കോടതികൾക്ക്, എല്ലാ കോടതികളുടെയും നിയമസംഹിതകളുടെയും ഒരു നിരീക്ഷണം സ്ത്രീകൾ കുറ്റകൃത്യങ്ങളിൽ വളരെ പിന്നിലേക്കും പുരുഷന്മാർ കൂടുതലും ആണെന്നാണ്. എന്നാൽ അല്ല,
അതും ഞാൻ പറഞ്ഞു തരാം. 498A എന്ന കേസ് എടുക്കുകയാണെങ്കിൽ 98.8% കള്ള കേസുകളാണ്. ഈ കള്ള കേസുകളിൽ ആരാണ് ഉള്ളത്? സ്ത്രീകളാണ്. എന്താണ് ഒരു കുറ്റകൃത്യം? നിയമം ലംഘിക്കുക. നിയമം ലംഘിക്കാൻ പാടില്ല. സുരക്ഷ. ആ സുരക്ഷ ഒരു കൊലപാതകമാവട്ടെ, പിടിച്ചുപറിയാവട്ടെ, അടിപ്പിടിയാവട്ടെ, പരദൂഷണമാവട്ടെ, ഇതെല്ലാം കുറ്റകൃത്യങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് ആവശ്യമായ നിയമം നിങ്ങൾ തന്നെ സൂക്ഷിക്കുക. നിങ്ങളുടെ കൂട്ടത്തിലുള്ള മോഷ്ടാക്കളെ നിങ്ങൾ തന്നെ തിരിഞ്ഞു പിടിച്ച് വിലങ്ങ് വയ്ക്കാനുള്ള നിയമങ്ങൾ കൊണ്ടുവരിക. അതിന് ഞങ്ങളെ കേൾക്കുന്ന കാണികളാവാതെ ഞങ്ങൾ തന്ന നോട്ടീസ് പ്രകാരം നിങ്ങൾ ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ ഭൂമിയിൽ ജനിച്ചു വളരുന്ന ഓരോ പുരുഷനും ഓരോ കുട്ടിക്കും നാളെ നിങ്ങൾക്ക് വരുന്ന പേരക്കുട്ടികൾക്കും ഈ കള്ള കേസിൽ കുടുങ്ങുവാൻ ഒരു സ്ത്രീ കൊടുക്കുന്ന കേസിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നല്ലവരായ നാട്ടുകാരോട് ഇത്ര നേരം കേട്ട എല്ലാ ജനസമൂഹമേ നിങ്ങളോട് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഈ സംഘടനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പ്രസിഡന്റിനെ 2 വാക്കുകൾ പറയുവാൻ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സദസ്സിലിരിക്കുന്ന മാന്യ അതിഥികളെ, ബഹുജനങ്ങളെ, ഞങ്ങളുടെ ഈ സംഘടന തുടങ്ങുവാനുള്ള മൂല കാരണവും ഇതിനുവേണ്ടി ഇത്രയും നാൾ അഹോരാത്രം പ്രയത്നിക്കുകയും ചെയ്ത ഒരു സ്ത്രീ ആയണൊക്കെ കൂടെ ആണുങ്ങളുടെ സംഘടനയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അതിൽ ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ സംഘടനയെ കൈപിടിച്ച് ഇതുവരെ ഉയർത്തിക്കൊണ്ടുവന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ജ്യോതിഷി മാഡത്തിനെ ഒന്ന് ആദരിക്കുവാൻ വേണ്ടിയിട്ട് ലതികാകുമാരി മാഡത്തിനെ ഞാൻ ക്ഷണിക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ ഈ പടത്തിൽ കാണുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ആരെങ്കിലും സ്വന്തക്കാരാവാം, അതല്ലെങ്കിൽ ഞാൻ തന്നെ ആവാം, അല്ലെങ്കിൽ എൻ്റെ ഈ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്താവാം, അല്ലെങ്കിൽ ഈ ഞാൻ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഒരാളാവാം. ഈ പടത്തിൽ ഈ 40 പേരിരിക്കുന്നതിനകത്ത് 41ാമനായിട്ട് ചിലപ്പോൾ ഞാനാവാം, ഞാൻ ഈ പറഞ്ഞ ആരെങ്കിലും ആവാം. ആ ആവുന്നത് ഒരിക്കലും ഒരു നിയമ ദുരുപയോഗത്തിൻ്റെ പേരിലുള്ള വ്യക്തിയുമായിട്ട് നിങ്ങൾ ആരും ആവാൻ പാടില്ല. നിങ്ങൾ ഒഫൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 110% യു മസ്റ്റ് ബി പണിഷ്ഡ്. അത് അതിനകത്ത് യാതൊരു തർക്കവുമില്ല. നിങ്ങളത് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു നിയമം, നാട്ടിൽ നടക്കുന്ന ഒരു നിയമത്തിൻ്റെ ദുരുപയോഗപ്രകാരം നിങ്ങൾ എന്തിന് ക്രൂശിക്കപ്പെടണം? അതായത് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നുള്ള ആപ്തവാക്യം വെച്ചുള്ള ജുഡീഷ്യറി പിന്തുടരുന്ന ഒരു മഹത്തായ രാജ്യത്തിരിക്കുന്ന നമുക്ക് ഇന്നത്തെ ഈ കാലത്ത് ഈ സ്ത്രീ പ്രീണന നയങ്ങൾ കാരണം ജീവൻ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലിയൊരു നാണക്കേട് വേറെയില്ല. ആ ഒരു ബോധത്തിൽ നിന്നാണ് ഈ സംഘടനയും സമാനമായ ഇപ്പോൾ എൻ്റെ സംഘടന അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടന, എൻ്റെ സംഘടന എനിക്ക് പറയാൻ ഒരു അവകാശവുമില്ല. കാരണം ഈ സംഘടന ഞാൻ മാത്രമായിട്ടൊന്നും വളർന്നു വരാൻ ഒരു സാധ്യതയില്ല. അതിന് മെയിനായിട്ട് പ്രവർത്തിക്കേണ്ട സെക്രട്ടറിയാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും ഇതുകൊണ്ടാണ് സംഘടന വന്നത്. ഈ ഒരു സംഘടനയിൽ മാത്രമല്ല, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ നിറയെ സംഘടനകളുണ്ട്. ബംഗാളിലൊക്കെ ഇതുപോലുള്ള സംഘടനകളല്ല, കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടുള്ള സംഘടനകൾ ഇഷ്ടം പോലുണ്ട്. അപ്പം ഈ സംഘടനകളെല്ലാം ഉണ്ടായി വരാനും അതിങ്ങനെ പ്രവർത്തിക്കാനുള്ള കാരണം ഈ ഒരൊറ്റ കാരണമാണ്. കാരണം രാജ്യവ്യാപകമായിട്ട് ആരൊക്കെ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഇവിടെ സ്ത്രീപക്ഷ നിയമങ്ങളുടെ നഗ്നമായ ദുരുപയോഗം നടക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ കാര്യം മാത്രമായിട്ട് ഒന്നുമല്ല, സുപ്രീം കോടതി എടുത്തെടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്. പാർലമെൻറ്റിനോട് ആവശ്യപ്പെട്ടതുമാണ് നിയമ ഭേദഗതി. പക്ഷേ എന്ത് ചെയ്യാം, ഇവിടെ നടക്കുന്ന രാഷ്ട്രീയം വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. അവരേതെങ്കിലും കാലത്ത് ഇതൊന്നും മാറ്റുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരുവിധ പ്രതീക്ഷയില്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം വോട്ട് ബാങ്കായി മാറണം. സ്വയം എങ്ങനെ വോട്ട് ബാങ്കായി മാറണം? ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന കക്ഷി രാഷ്ട്രീയം നമ്മളങ്ങ് മാറ്റി വെക്കണം. കക്ഷി രാഷ്ട്രീയം എനിക്ക് വേണ്ട, എനിക്ക് ജാതിയും മതവും വേണ്ട. ഇവിടുത്തെ ലിംഗസമത്വത്തിന് വേണ്ടിയിട്ട് ആര് പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഏത് കക്ഷി പ്രവർത്തിക്കുന്നു അവനെ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ എന്ന് ഓരോ പൗരനും തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെ ഉള്ളൂ. ഇവിടെ അതാണോ ചെയ്യുന്നത്? ഇവിടെ അതിന് പകരം രാഷ്ട്രീയക്കാരൻ പറയുമ്പോൾ ഇതെല്ലാം മറന്നിട്ട് അവരെ പറയാൻ പോകും. ഏത് ഇപ്പം എക്സോർ വയ്യോ റിസൾട്ട് എത്ര ഏത് രാഷ്ട്രീയക്കാരായാലും അങ്ങനെ തന്നെ പോകുന്നത്. അവർക്ക് വോട്ട് വാങ്ങാൻ വേണ്ട, അവരുടെ
വ്യക്തമായ അജണ്ട എന്ന് പറഞ്ഞാൽ പാനലായിട്ട് ഒരു വിഭാഗത്തിന് മാത്രം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നിയമങ്ങൾ ഇപ്പോഴും എക്സിസ്റ്റിംഗ് ആക്കി വെച്ചിരിക്കുന്നത്. അത് മാറണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും തീരുമാനിച്ചാൽ മാത്രം മതി. അവർ ആരെയാണോ വോട്ട് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അപ്പം നമ്മൾ അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന നമ്മൾ സ്വയം ഒരു വോട്ട് വാങ്ങാനായിട്ട് മാറുക. അതേ ഇനിയുള്ള കാലം. ഇനി ഈ ഇതുപോലുള്ള നിയമങ്ങൾക്ക് അത് എന്തെങ്കിലും ഭേദഗതി വരുത്തണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ട്, അതേയുള്ള അതിനുള്ളൊരു പോകണം. നന്ദി, നമസ്കാരം. തൃശ്ശൂരിൽ നിന്ന് സ്വന്തം ചെലവിൽ സാധാരണ സംഘടനകളൊക്കെ പോയിക്കൊണ്ടുവരികയാണ്. ഈ കൊല്ലത്തേക്ക് വന്ന് ഇന്ന് ഒരു ഫാമിലി പ്രൊട്ടക്ഷൻ ആക്ട് വരണം, ഒരുപാട് അലയുന്ന പിതാക്കന്മാരെ പുരുഷന്മാരുടെ അവസ്ഥകളെ തുറന്നു കാണിച്ചു തന്ന നമ്മുടെ സുബ്രഹ്മണ്യൻ സാർ അവരുടെ ഈ സംഘടന പൊന്നാട അണിയിച്ച് സ്വീകരിക്കുന്നു.